നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്പിൽ യുവേഫ നേഷൻസ് ലീഗ് വലിയ രൂപത്തിൽ അവരുടെ ടീമുകൾക്ക് കോമ്പറ്റിറ്റീവായിട്ടുള്ള മത്സരങ്ങൾ സമ്മാനിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഈ നേഷൻസ് ലീഗ് ഒന്ന് വിപുലീകരിക്കണം, അതിൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ചില ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത എന്താണെന്നറിയോ? യുവേഫയും കോൺകകാഫും നേഷൻസ് ലീഗും മെർജറിനെ കുറിച്ച് ചർച്ച ചെയ്തിരിക്കുന്നു. വാവ്! ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഫിഫയ്ക്കെതിരെ അതിശക്തമായിട്ട് നിലപാടെടുത്ത രണ്ട് കോണ്ടിനെൻ്റൽ ഫെഡറേഷനുകളാണ് കോൺകകാഫും യുവേഫയും. ആ വേൾഡ് കപ്പിൻ്റെ സ്റ്റേക്കൊക്കെ വിൽക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ അതിശക്തമായി നിലപാടെടുത്തവരാണ്. അപ്പോഴാണ് ഈ രണ്ട് കോൺഫെഡറേഷനുകൾ കൂടി ചേർന്നുകൊണ്ട് നേഷൻസ് ലീഗ് മെർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിപ്പോൾ ഈ ESPN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ ഉദ്ധരിച്ചുകൊണ്ട് goal.com റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ANI റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ അതിൽ പറയുന്ന പുതിയൊരു ടൂർണമെൻറ്റ്, ദി ടൂർണമെൻറ്റ് കുഡ് ലോഞ്ച് ആസ് ഏർലി ആസ് ഓട്ടം 2028 ഇൻ എ റിവാംപ്ഡ് ടയേർഡ് ഫോർമാറ്റ്. അപ്പോൾ ഒരു റിവാമ്പ് ചെയ്ത രൂപത്തിൽ ടയേർഡ് ഫോർമാറ്റ് ഇപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ടയർ, സെക്കൻഡ് ടയർ, തേർഡ് ടയർ, ആ രൂപത്തിൽ ഇങ്ങനെ. ഇപ്പോൾ ഓൾറെഡി നേഷൻസ് ലീഗ് അങ്ങനെയാണല്ലോ, ലീഗ് എ, ലീഗ് ബി, ലീഗ് സി എന്ന രൂപത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എ ഡിവിഷൻ ലീഗ്, ബി ഡിവിഷൻ ലീഗ് അല്ലേ? അപ്പോൾ ആ രൂപത്തിൽ കോൺകകാഫിലെ ടീമുകളും യുവേഫയിലെ ടീമുകളും ചേർന്നുകൊണ്ട് പുതിയ രൂപത്തിൽ നേഷൻസ് ലീഗ് നടത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടന്നിരിക്കുന്നത് എന്നാണ് ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഫൈനലായിട്ടൊരു തീരുമാനമൊന്നും ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 2028 നടപ്പിലാക്കാവുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ടീമുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, USA-യും മെക്സിക്കോയുമായിരിക്കും. അവർക്ക് മികച്ച ടീമുണ്ട്. പക്ഷേ കോൺകകാഫിൽ അവരോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന മറ്റു ടീമുകളില്ല. അതേസമയം ഇപ്പുറത്ത് യൂറോപ്പിലേക്ക് അവർക്ക് വരാൻ കഴിയുകയാണെങ്കിൽ, യുവേഫ നേഷൻസ് ലീഗിൽ കളിക്കുകയാണെങ്കിൽ അവരുടെ ടീമിന് അത് കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യും. ഏതായാലും ഏത് രൂപത്തിലുള്ള തീരുമാനം ഇതിൽ വരും എന്നുള്ളത് കണ്ടറിയാം. ദി ടാർഗറ്റ് ടൈം ലൈൻ ഈസ് പുഷ്ഡ് ടു 2028 ഡ്യൂ ടു ടൈറ്റ് ഷെഡ്യൂളിംഗ് ഇൻ ദി ഇൻ്റർനാഷണൽ കലണ്ടർ. അപ്പോൾ നിലവിൽ ടീമുകൾക്ക് ഓൾറെഡി മത്സരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2028 ഇതൊരു ടാർഗറ്റ് ടൈം ലൈനായിട്ട് വെച്ചിട്ടുള്ളത്. സോ കോൺകാഫ് നേഷൻസ് ലീഗ് അടുത്ത മാസം, ഇപ്പോൾ നിലവിലുള്ള കോൺകാഫ് നേഷൻസ് ലീഗ് അടുത്ത മാസം ആരംഭിക്കുകയാണ്. യുവേഫ നേഷൻസ് ലീഗും ഇതാ അടുത്ത മാസത്തോടു കൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫീസിബിളായിട്ട് രണ്ടും കൂടി മെർജ് ചെയ്ത് നടത്താൻ 2028 മുതലാണ് ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും ഇനി ബാക്കി കാര്യങ്ങൾ കൂടുതൽ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ് വരേണ്ടതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.